ഹായ് ഫ്രണ്ട്സ്, നമുക്കത് വായിച്ചു നോക്കിയാലോ. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയെ സ്പർശിക്കുന്നതിനെയാണ് കൃപ എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. ദൈവത്തിന് വേണ്ടി ഉപേക്ഷിക്കുന്നതൊന്നും വിദ്യാഭ്യാസമാകട്ടെ, സമ്പത്താകട്ടെ, ഈ ലോകത്തിൻ്റെ പേരും പ്രശസ്തിയുമാകട്ടെ, ബാല്യമാകട്ടെ, യൗവനമാകട്ടെ, വാർദ്ധക്യമാകട്ടെ, ഒന്നും പാഴായി പോകുന്നില്ല എന്ന തിരിച്ചറിവിൽ നിന്ന് മാത്രമേ ഒരാൾക്ക് കൃപയുടെ ജീവിതത്തിൽ വളരാനാകൂ. കൃപയിൽ വളരുവാനായി നിരന്തരം നമ്മുടെ ജീവിതം നാം ക്രിസ്തുവിന് വേണ്ടി എറിഞ്ഞുടച്ചുകൊണ്ടിരിക്കണം. ജീവൻ കണ്ടെത്തുന്നതുവരെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും വേണം. കൃപയുടെ ജീവിതത്തിന് മറ്റൊരു പ്രത്യേകതയൂടെയുണ്ട്. നേടിയതെല്ലാം ദൈവത്തിൻ്റെ കൃപയാണെന്ന് കൃപയുള്ള വ്യക്തിക്ക് മനസ്സിലാകും. ദൈവമാണ് സർവസ്വവും. ദൈവം തന്നതല്ലാതെ ജീവിതത്തിൽ ഒന്നുമില്ല. ദാനമായി ലഭിച്ചതല്ലാതെ നമുക്കെന്താണുള്ളത്? ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനും സാധിച്ചത് ദൈവത്തിൻ്റെ കൃപയാണ്. ഓക്കെ, താങ്ക് യു, ബൈ.